അപ്പം ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീം കോല് വെച്ചിട്ട് തക്കാളിപ്പെട്ടി ഉണ്ടാക്കി കളിക്കാം. വായോ. തക്കാളിപ്പെട്ടി എന്നൊക്കെ പറയുമെങ്കിലും ഇവൻ നിസ്സാരക്കാരൻ നെഹിഹേ. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് ഉണ്ടാക്കുന്നതേ അത്. അപ്പോൾ ഒരു 6 സ്റ്റിക്കിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സിമ്പിളാ, വീഡിയോ നോക്കി ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒട്ടിച്ചതിൻ്റെ രണ്ടറ്റത്തും 3 കോലുകൾ ദിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒട്ടിച്ച് വെച്ച മറ്റേ സ്റ്റിക്കിൻ്റെ അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ചുകൊടുക്കുക. എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? മനസ്സിലാവില്ലെങ്കിൽ വീഡിയോ നോക്കി ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞില്ലേ അതന്നെ. ഫൈനലി അതിൻ്റെ 2 ഭാഗവും ഓപ്പണായി കിടക്കുകയായിരിക്കും. അപ്പോൾ 3 സ്റ്റിക്ക് വെച്ചിട്ട് അതും ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനി വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ പെയിൻറ്റിന് പകരം സ്റ്റിക്കറാണ് ചെയ്യുന്നത്, കാരണം എളുപ്പവഴി അതായതുകൊണ്ട് മാത്രം. ബ്രഷ് എടുത്ത് പെയിൻ്റ് എടുത്ത് അടിക്കാനുള്ള വയ്യ, അതുകൊണ്ടാണ്. പിന്നെ ഇത് പെയിൻറ്റ് അടിച്ചില്ലെങ്കിലും ഭംഗിയാണ്, പെയിൻറ്റ് അടിച്ചാൽ അതിലും നല്ല ഭംഗിയാണ്. ചിലപ്പോൾ ഞാൻ പെയിൻറ്റ് അടിച്ചെന്ന് വരും കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല, പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ കണ്ട ആരും ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. നെക്സ്റ്റ് നിങ്ങളുടെ ചോയ്സ് എന്താണെന്നുള്ളത് കമൻറ്റും ചെയ്തോളൂ.